ഇപ്പം മിക്കവാറും തെരുവിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. 2 വണ്ടി വെച്ചിട്ട് നീ എന്തിനാണ് അരമണിക്കൂർ തട്ടിക്കൊണ്ട്? അപ്പം എനിക്ക് മനസ്സിലായി, നല്ല വണ്ടി കൊടുത്താൽ ഇത് എടുക്കാൻ വിൽക്കാൻ ഒരു പ്രയാസമില്ലാന്ന് തോന്നി. എനിക്കൊരു വണ്ടി വാങ്ങിക്കൊടുത്താൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്ന് വിറ്റ് പോകണമെന്ന്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇതിൻ്റെ ഈ Q3 നിങ്ങൾക്ക് ഒരു സ്റ്റാരിംഗ് ബോക്സ് ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് 25,000 റുപ്യ ഫുൾ സെറ്റ് വെച്ചിട്ട് പിന്നെ പണി കിട്ടില്ലല്ലോ. ഒരിക്കലും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും, നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കും. നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നത്. വിശ്വാസം, അത്ര വേറെ 100% ആയിട്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6 വർഷം മുന്നേ ഒരു പയ്യൻ ഡൽഹിയിൽ എത്തിപ്പെട്ടു. പല സാഹചര്യം കൊണ്ട് എത്തിപ്പെട്ടാണ്. പക്ഷേ അവിടെ എത്തിപ്പെട്ടപ്പോൾ പുള്ളിക്കൊരു ഐഡിയ തോന്നി. അവിടെ ഇങ്ങനെ ഡീസൽ കാറുകൾ നിരോധിച്ച് വരുന്ന ടൈമായിരുന്നു ആ സമയത്ത്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു കാറ് വാങ്ങി, സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പുള്ളി ഒരു കാറ് വാങ്ങി, ഒരു ലക്ഷറി കാറ് വാങ്ങി അവിടുന്ന്. അങ്ങനെ സ്വന്തമായിട്ട് ആഗ്രഹിക്കാൻ വാങ്ങിച്ചിട്ട് പിന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന് ആവശ്യക്കാർ ഏറെയായി. പിന്നെ പുള്ളി അതൊരു ബിസിനസ്സാക്കി മാറ്റി. ആ പുള്ളിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റമീസ് ഭായിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ കഥ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമോ? ആക്ച്വലി ഞാനൊരു എന്താ പറയുക ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ ആ സമയത്താണ് ഡൽഹിയിൽ ഡീസൽ കാറുകൾ 10 വർഷം അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്ത് ആളുകളൊക്കെ ഡീസൽ കാറുകൾ കുറച്ച് കുറച്ച് വെക്കണം എന്നുള്ള ഒരു സംഭവം വന്ന്. അതിന് മുമ്പ് ഇവിടെ വിലക്കുറവൊന്നുമില്ല ഡൽഹിയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഒരു വണ്ടി എടുത്ത് ഓടിച്ചു കൊടുന്നു. അത് ഞാൻ പോയത് വേറെ കാര്യം, വണ്ടിയോടെ പോവുക എന്നിട്ട് ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ടുവരാന്നുള്ളൊരു ക്രേസ്. അതായത് വണ്ടി ഓടിക്കാനുള്ള ഒരു പാഷൻ ഉണ്ടല്ലോ. അതിന്റെ പുറത്ത് വന്നൊരു ബെൻസിന്റെ ഒരു C-Class W204 എന്ന വണ്ടി എടുത്തു ഇവിടെ കൊടുന്നു കുറച്ച് ദിവസം യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ ചോദിച്ചു ഇത് എത്രക്കാന്ന് ചോദിച്ചു. ഞാനൊരു ചെറിയ ലാഭം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, വെറുതെ എനിക്കത് പ്രോഫിറ്റ് ഒന്നും വേണ്ട, ഒരു ടൈം പാസ്, അടുത്തൊരു വണ്ടി എടുക്കാൻ പോകാലോ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ എന്ത് ചെയ്തു, വണ്ടി ഓടിച്ച് വരാനോ ഒരു ക്രേസ്. അതായത് വണ്ടി അവിടെ ഇത് പ്രോഫിറ്റ് ലക്ഷ്യമല്ല, അവിടെ അടുത്ത വണ്ടി ഇവിടെ കൊടുത്തിട്ട് വീണ്ടും ഡൽഹിക്ക് ഒന്ന് പോകാലോ, പോയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ച് വരാലോ, കാരണം എല്ലാ സെറ്റ് ആയിട്ടും കവർ ചെയ്തിട്ടാണ്. ഞാൻ വണ്ടി കൊടുത്തു പിന്നെ അതിന് ചെറിയൊരു ലാഭം കിട്ടി. 2ാമത്തെ വണ്ടി കൊടുത്തു, 3ാമത്തെ വണ്ടി കൊടുത്തു. പിന്നെ അതൊരു ബിസിനസ്സിലേക്കും മെല്ലെ പോയി. കാരണം ഞാൻ കൊടുക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, ഇവർക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വണ്ടിയാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു വണ്ടി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല വണ്ടി കൊടുത്താൽ ഇത് എടുക്കാൻ വിൽക്കാൻ ഒരു പ്രയാസമില്ലാന്ന് തോന്നി. എനിക്കൊരു വണ്ടി വാങ്ങിക്കൊടുത്താൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്ന് വിറ്റ് പോകണമെന്ന്. അങ്ങനെ ഒരു വണ്ടി 2 വണ്ടി ഇപ്പോൾ ഒരു 15 വണ്ടിയിലധികം ഒരു മാസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക്. എക്സാക്ട്ലി. അതെ ആക്ച്വലി ഞാനൊരു എഞ്ചിനീയറാണ്, ബിടെക് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പിന്നെ ഇതൊരു വണ്ടിനോടുള്ളൊരു താല്പര്യം, പിന്നെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ കുറേ ആളുകൾ അല്ലല്ല CS ആണ്. പക്ഷെ അതിന് കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചത് സ്കാനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ സത്യം സ്കാനറിലൊക്കെ ഇട്ട് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് പിന്നെ നമ്മളെ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഡൽഹി വാഹനം. കാരണം ഇവിടുത്തെ ഒന്നും പോലല്ല. അവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ 2 കഷ്ണം വണ്ടി കൂട്ടി യോജിപ്പിക്കും. ഒരു പക്ഷേ നമ്മളിവിടെ അപ്രോണും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രശ്നമായിരിക്കും. പക്ഷെ വണ്ടി അത് പിന്നെ എന്താ പറയുക, ആ ബോഡി ചേസ് ഒത്തിട്ട് കൂട്ടി യോജിപ്പിച്ച വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മട്ടിലും പറ്റില്ല. പക്ഷേ ഈ കിലോമീറ്റർ ജനുവിൻ അല്ലാത്ത വണ്ടികളും കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളൊക്കെ അതിനൊക്കെ പാട് ഉൾക്കൊണ്ട് ടോപ്പ് എക്സ്പെർട്ടായി മാറി ഒരാളാണ് റമീസ് ഭായ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ്, മലപ്പുറം ജില്ലയിൽ മഞ്ചേരി. വീട്ടിലിട്ടിട്ട് തന്നെയുള്ള ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇപ്പോഴും ഇത് ബിസിനസ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് മാത്രം ലക്ഷ്യമല്ല. ഇതൊരു എന്താ പറയുക, ഇതിലിപ്പോഴും ഞാൻ ആ ഒരു ഹരം കണ്ടെത്തുന്നുണ്ട്. ആ ഒരു വണ്ടി ഇപ്പോഴും ട്രക്കൊന്നുമല്ല ഓടിച്ചുകൊണ്ട്, അല്ലല്ല ഇപ്പൊ ട്രക്കിലാണ്. ഇപ്പൊ നമ്മളൊരു വണ്ടി, ഒരു 6 വണ്ടീന്റെ ട്രക്ക് ഓരോ ഇതൊരു ഓൾറെഡി ഒരു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ റൊട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫുള്ള് ഡൽഹിയിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റേ. ഓൺലി വളരെ ഒരു മന്തിൽ ഒരു മാക്സിമം 3-4 ഡേയ്സ് നാട്ടിൽ നിൽക്കുള്ളൂ. പിന്നെ സ്പെയർ പാർട്സും തുടങ്ങി എൻ്റെ കൂടെ പ്രീമിയം കാറുകളുടെ. അതെ, പ്രീമിയം കാറിന്റെ എന്ത് സ്പെയർ പാർട്സും വളരെ ചീപ്പായിട്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 രീതിയിലുണ്ട് സ്പെയർ പാർട്സ്. ഒന്ന് സ്പെയർ പാർട്സ് എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ പിന്നെ ജർമ്മനി പോലത്തെ രാജ്യങ്ങളുണ്ടല്ലോ, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന, അവിടുന്ന് സ്ക്രാപ്പിൽ ഇമ്പോർട്ട് ചെയ്യും, ഒരു ഇരുമ്പിന്റെ വിലക്ക് ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് പൊളിച്ചെടുക്കണം ഒറിജിനൽ ജെനുവിൻ പാർട്സ് എടുത്ത് ഡൽഹിയിൽ ഒരു ടീം ചെയ്യുന്നുണ്ട്. അവരായിട്ട് നമ്മൾ ടൈപ്പ് ആയിട്ട് ഇങ്ങോട്ട് ഇവിടെ എല്ലാ ഒരുവിധം വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈൽസിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒറിജിനൽ സ്പെയർ പാർട്സ് തായ്വാനിൽ ഇമ്പോർട്ട് ചെയ്യുന്ന, തായ്വാനായിട്ട് ഒരു ടീമായിട്ട് ടൈപ്പ് ആയിട്ട് ഈ ഒറിജിനൽ ഈ സെൻസർ, സസ്പെൻഷൻ, എല്ലാ ബ്രാൻഡിന്റെ ഉണ്ട്. ബെൻസ്, BMW, ഓഡി, പോർഷെ, റേഞ്ച് റോവർ, വോൾവോ, അതെ പ്രീമിയം കാറുകൾ ഇതെല്ലാം ഉണ്ട്. നമ്മളിനിപ്പോൾ കിട്ടാത്ത സ്പെയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളതിന് സൊല്യൂഷൻ കണ്ടെത്തിരിക്കും. ഏത് ടൈപ്പ് ഓഫ് സെൻസേഴ്സും പിന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇതിൻ്റെ ഈ Q3 നിങ്ങൾക്ക് ഒരു സ്റ്റാരിംഗ് ബോക്സ് ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് 25,000 റുപ്യ ഫുൾ സെറ്റ്.
2 ലക്ഷം റുപ്യ കൊടുക്കണം കമ്പനിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് ആൾക്കാർ എന്നെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട്, ഡൽഹി ചെയ്ത വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇനി ഞാൻ പുള്ളിയുടെ കോൺടാക്ട് ചെയ്യാം. അത് ഞാൻ എൻ്റെ വേറൊരു ടീമാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ നമ്പർ താഴെ കൊടുക്കും. എന്തായാലും സാധനം കിട്ടും. സാധനം കിട്ടും. നിങ്ങൾ പറഞ്ഞ 48 മണിക്കൂർ കൊണ്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കൊറിയറിൽ നമ്മൾ എറണാകുളത്തേക്ക് ഫ്ലൈറ്റ് വെച്ചിട്ട് പിന്നെ പണി കിട്ടില്ലല്ലോ. ഒരിക്കലും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കും. നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നത്. വിശ്വാസം 100% ആയിട്ട്. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു പാർട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുത്തിട്ട് നമ്മൾ മാറ്റി കൊടുക്കും. അതേപോലെ നമ്മുടെ പ്രേക്ഷകർ കൊടുക്കുന്ന വണ്ടിയിലും ആ വിശ്വാസം 100% ആയിട്ട് അത് 100% ആയിട്ടുണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതിൽ കയറി കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ, തീർച്ചയായും. ആദ്യം നമുക്ക് 5 സീരീസ് തുടങ്ങാം. BMW 5 സീരീസ് ആണ്. ഇപ്പോൾ ഡൽഹി രജിസ്ട്രേഷനിലാണ് വാഹനം ഉള്ളത്. എവിടെയെങ്കിലും NOC എടുത്തിട്ടുണ്ടോ? ഇല്ലല്ല, ഇത് ഇന്നലെ വന്ന വണ്ടിയാണ്. ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെയാ ഇത്? 2015 രജിസ്ട്രേഷൻ ആണ്. 2015 രജിസ്ട്രേഷൻ ആണ്. 14 ലാസ്റ്റ് ആണ് ഇതിന്റെ മാനുഫാക്ചർ. പക്ഷെ വണ്ടി ഡെലിവറി ഒക്കെ 2015 ആണ്. പിന്നെ നമ്മളിപ്പോൾ ടാക്സ് അടക്കുമ്പോൾ 2015 ടാക്സ് ഇതിന് അടക്കേണ്ടത്. കാരണം രജിസ്ട്രേഷൻ 2015 ആണ്. അതെ, വണ്ടി 54,000 കിലോമീറ്റർ ആണ്. 54,000 കിലോമീറ്റർ ഓടിയ BMW X5. അത് ജെനുവിൻ ആണ്. 100% നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. അതാണ് നമ്മളെ ഗ്യാരണ്ടി. അത് 10 ലക്ഷം റുപ്യ റിട്ടേൺ കൊടുക്കും. അതായത് കാരണം ആളുകൾ ഒരുപാട് സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. കിലോമീറ്റർ ജെനുവിൻ അല്ലാത്ത വണ്ടികൾ ഡൽഹിയിൽ നിന്ന് എടുത്ത് കൊടുന്ന് ഇവിടെ വിൽക്കുന്ന ആളുകളുണ്ട്. അത് വെച്ച് നമ്മളായിട്ട് കമ്പയർ ചെയ്താൽ ഇതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അത്രയും ഗ്യാരണ്ടിയാണ് നമ്മൾ. കിലോമീറ്റർ 100% ഗ്യാരണ്ടി. അത് സ്കാനറിൽ ഇട്ടാലൊക്കെ കാണും ചെയ്യും. പിന്നെ കമ്പനിയിലൊക്കെ നോക്കി വെരിഫൈ ആവുന്നേ ഉള്ളൂ. ഒരു ഡോട്ട് കാണുന്നു. അതെ, ടെമ്പററി. അതായത് ഒരു BMW ഇതെന്ന് വെച്ചാൽ അതിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിന്റെ അടിയിൽ ബാക്കിൽ കുടുക്കിയിട്ടാണ് ഇവർ ഈ നമ്പർ മാറ്റുന്നത്. അത് തിരിച്ചറിയാൻ പറ്റും. തിരിച്ച വണ്ടിൻ്റെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്യാരണ്ടി 10 ലക്ഷം റുപ്യ. അത് ചലഞ്ച് ആയിട്ട് എടുക്കാൻ പോരാ. 2015 ഇത് ടോപ്പ് എൻഡാ? അത് ടോപ്പ് എൻഡ് അല്ല, പിന്നെ ഇത് മിഡിൽ വേരിയന്റ് ആയിട്ട് വരും. സൺറൂഫ് ഒക്കെ വരുന്ന വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇതിന് ആക്സിഡന്റിൽ ഒന്നുമില്ല. 100% ആയിട്ട് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ റീപെയിന്റ് ഉണ്ട്. ചെറിയ റീപെയിന്റും കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കകത്തുണ്ട്. അത് കാരണം ഇത് ഡൽഹിയിൽ ഉപയോഗിച്ച വണ്ടിയാണ്. ഇതൊരു മൾട്ടിനാഷണൽ കമ്പനീൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിന്റെ യൂസ് ചെയ്തൊരു ലെവൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫാസ്റ്റാഗ് ഒക്കെ ചെയ്താൽ മതി. കാരണം നമ്മൾ ഡ്രൈവർ ബാംഗ്ലൂരിൽ നമ്മൾ കൊടുത്തിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവർ ഓടിച്ചു വരുമ്പോൾ ആൾ വരാം, ഞാൻ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ 40,000 റുപ്യ ഇതിന്റെ ഫാസ്റ്റാഗിൽ ബാലൻസ് ഉണ്ട്. അത്രയും ബാലൻസ് ഉണ്ട്. കാരണം അത്രയും വെൽ മെയിൻ. ഇതുവരെ ഞാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് എത്തോളം ഇതിൽ ഡീസൽ അടിച്ചിട്ടില്ല. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇന്നലെ വന്നാണല്ലോ. കാരണം ഇപ്പോഴും അതിൽ ഹാഫ് ടാങ്ക് എണ്ണയുണ്ട്. എന്താ വെച്ചാൽ ഫുൾ എണ്ണിങ് ആക്കിയിട്ടാണ് കൊടുത്തത്. അത് ഓടിച്ചുകൊണ്ടോ? ബാംഗ്ലൂരിൽ നിന്നിട്ട് ഓടിച്ചുകൊണ്ടു. അതായത് നമ്മൾ ഹബ്ബ് ബാംഗ്ലൂരാണ് ശരിക്കും. നമ്മളെങ്ങനെ വെച്ചാൽ കിയ, ഹുണ്ടായി ഇതിൻ്റെയൊക്കെ വണ്ടിന്റെ റിട്ടേൺ ലോറിയിലാണ് നമ്മൾ സാധനം കൊണ്ടുവന്നത്. ഒരു ട്രക്കിൽ 6 വണ്ടിയായിട്ട് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന വണ്ടിയാണ്. ഓടിച്ച് നമ്മൾ ഡ്രൈവർ ഓടിച്ചു കൊടുന്ന്. പിന്നെ എന്താ വെച്ചാൽ ഇതിലൊരു രൂപയുടെ പെട്രോളും ഡീസലും ഞാൻ അടിച്ചിട്ടില്ല. ഫാസ്റ്റാഗ് റീചാർജ് ചെയ്ത്. കാരണം അത് അത്രയും ഇത് യൂസ് ചെയ്യുന്ന ടീം അത്രയും ഇതാണ്. കാരണം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അത്. കമ്പനി വണ്ടി തന്നെയാണ്. കമ്പനി അതെ, മൾട്ടിനാഷണൽ കമ്പനി യൂസ് ചെയ്ത വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. പക്ഷെ അത് ആക്സിഡന്റൽ റീപ്ലേസ് അല്ല. അത് ഗ്യാരണ്ടിയാണ്. അത് ചെറിയ ക്രാക്ക് വന്നപ്പോൾ മാറ്റുന്നത് അത് ഗ്യാരണ്ടിയാണ്. ഹിസ്റ്ററി കമ്പനി സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് ഉണ്ട്. നമുക്ക് PDF ആയിട്ട് കൊടുക്കാൻ പറ്റും. PDF ആയിട്ട് കൊടുക്കാൻ പറ്റും. 100% ആയിട്ട് കൊടുക്കാൻ പറ്റും. അതെ, ഓക്കെ. ഫുള്ള് സ്കാൻ ചെയ്തെടുത്ത വാഹനമാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, എല്ലാം ലഭിക്കുന്നുണ്ട്. നമ്മൾ 1 മാസം ഗ്യാരണ്ടി തരും കേട്ടോ. 1 മാസം. അതെ, വണ്ടി, എഞ്ചിന്, ഗിയർ, സ്റ്റിയറിംഗ്, ഈ 3 പാർട്ടിന് നമ്മൾ ഗ്യാരണ്ടി തരും. കസ്റ്റമർ ഏറ്റവും വലിയ ആശങ്ക എന്താ വെച്ചാൽ എഞ്ചിനും ഗിയറും സ്റ്റിയറിംഗുമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പല ആളുകളും ഇത് എടുക്കാൻ ഭയക്കുന്ന തന്നെ അതാണ്. അതിലെടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എഞ്ചിൻ പണി ആവുക എന്നുള്ളൊക്കെ വണ്ടി. കാരണം ഒപ്പിച്ച് കൊടുക്കുന്ന വണ്ടിയൊക്കെ അങ്ങനെ ആകാം. പക്ഷേ അത് അങ്ങനത്തെ വണ്ടി അല്ലാത്തതുകൊണ്ട് നമ്മൾ 1 മാസം കസ്റ്റമർക്ക് 30 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും, ഗ്യാരണ്ടി കൊടുക്കും. എഞ്ചിന്, ഗിയർ, സ്റ്റിയറിംഗ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി റിട്ടേൺ എടുക്കാതാക്കും. ഇതിനൊരിക്കലും വരില്ല. അത്രയും കോൺഫിഡന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. എന്തായാലും വണ്ടി പിന്നെ പക്ഷെ മൈനർ ആയിട്ട് എന്തെങ്കിലും വരികയാണ്. ഫോർ എക്സാമ്പിൾ ബൾബ് ഫ്യൂസ് ആവുക, അല്ലെങ്കിൽ വല്ല ബുഷ് കാര്യങ്ങൾ, അതൊക്കെ കാരണം റബ്ബറിന്റെ തേയ്മാനം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അതൊക്കെ എന്താ വെച്ചാൽ കസ്റ്റമർ അറിയാം. അപ്രോക്സിമേറ്റ്ലി 25,000 അബോവ് വരുന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കും. അതിൽ താഴെ വരുന്ന കാര്യമാണെങ്കിൽ കസ്റ്റമർ ഇത് ചെയ്യാം. 30 ദിവസം ഗ്യാരണ്ടി. 30 ദിവസമുള്ള ഇനിയിപ്പോൾ 40 ദിവസമായാലും നമ്മൾ മൈൻഡ് ചെയ്യൊന്നുമില്ല. എഞ്ചിനും ഗിയറും സ്റ്റിയറിംഗ് നമ്മൾ കൊടുക്കും. കൊണ്ടുവന്നാൽ അതിന് വേണ്ട പരിഹാരം എന്തായാലും ചെയ്തു തരും. അപ്പോൾ 2015 മിഡിൽ ഓപ്ഷൻ BMW 520D ആണ് വാഹനം.
ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 14,90,000 രൂപ. 14,90,000 2015 54,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് പുള്ളി പറഞ്ഞു കഴിഞ്ഞു. 100% ഗ്യാരണ്ടി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വാഹനം. ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഇതിൻ്റെയൊക്കെ നിങ്ങളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്സ് കാര്യങ്ങളൊക്കെ കിട്ടുമോ? ഇതിൻ്റെ സസ്പെൻഷനോ കാര്യങ്ങളോ എല്ലാം സസ്പെൻഷന് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഇനി ഇതിന്റെ സസ്പെൻഷൻ 4 സസ്പെൻഷനും നിങ്ങൾക്ക് വേണമെന്ന് കൂട്ടിക്കോളൂ. ഷോക്കർ നമ്മൾ വരുന്നത് 20,000 രൂപ നമ്മൾ 4 ഷോക്കറും കൂടി BMW-ന്റെ. ഇനിയിപ്പോൾ ഒറിജിനൽ പാർട്സ് തന്നെ അത് ഒറിജിനൽ അല്ല, അത് നമ്മൾ എന്താ വെച്ചാൽ തായ്വാൻ ഇമ്പോർട്ട് ചെയ്ത സ്പെയർ ആണ് ഷോക്കറെ കൊടുക്കുന്നത്. ഒറിജിനൽ സ്പെയർ പാർട്സ് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ചില ഗിയർ ബോക്സ് അല്ലെങ്കിൽ സ്റ്റാരിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ നമ്മൾ പഴയത് കൊടുക്കുന്നുണ്ട്. അതെ, കാരണം അത് ജെന്യൂൻ പാർട്സ്. ഷോക്കറൊന്നും പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ നമുക്കത് മെയിൽ എന്നൊക്കെ പറഞ്ഞ കമ്പനികളുണ്ട്. അതിന്റെ തായ്വാൻ ഇമ്പോർട്ട് ചെയ്ത ഷോക്കറാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പക്ഷേ ഇങ്ങനത്തെ മേജർ പാർട്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഹാൻഡ് ആണ്. കാരണം അതാണ് ഏറ്റവും നല്ലത്. കമ്പനി സാധനം തന്നെ സെൻസർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സെൻസേഴ്സ് ആണ് പിന്നെ ചെയ്യുന്നത്. പക്ഷേ ഇഞ്ചക്ടർ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതാണ് വണ്ടിക്ക് ഏറ്റവും പെർഫെക്റ്റ് തോന്നിയിട്ടോ. അതും പുതിയത് കിട്ടും. പക്ഷേ ഇതിന്റെ ഒറിജിനൽ പാർട്സിന് ഇപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റാരിംഗ് ബോക്സ് വെച്ച കമ്പനി 3 ലക്ഷം രൂപ വരും. നമുക്കൊരു 60,000-70,000 റുപ്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സ്റ്റാരിംഗ് ബോക്സ് ഫുള്ള് നമുക്ക് സെക്കൻഡ് ഹാൻഡ് കൊടുക്കാൻ പറ്റും, ഒറിജിനൽ പാർട്സ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ശരിക്കും വണ്ടിനേക്കാൾ ആവശ്യക്കാരുണ്ടാവും ഇപ്പൊ സ്പെയർ പാർട്സിനെ വിളിക്കാം. അതെ, സ്പെയർ പാർട്സ് കിട്ടണം. കാരണം എന്താ വെച്ചാൽ ആളുകളുടെ ഭയം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞില്ല, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഈ 3 ജില്ലകളിൽ നമുക്ക് വളരെ എക്സ്പെർട്ട് വർക്ക്ഷോപ്പ് നമ്മളെ അറിയുന്ന ആൾക്കാർ, നമ്മൾ പാർട്സ് കൊടുക്കുന്ന വർക്ക്ഷോപ്പിൽ. കാരണം ഈ BMW, ബെൻസ്, ഓഡി ഇങ്ങനത്തെ വണ്ടികളൊക്കെ നോക്കുന്ന വളരെ ഹൈലി എക്സ്പേർട്ടായ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, പിന്നെ ഓരോന്നിനും ഓരോ സ്പെസിഫൈഡ് ഉണ്ട്. ഇപ്പോൾ ഗിയർ നോക്കുന്ന ഒരാളുണ്ട്, പിന്നെ എഞ്ചിൻ നോക്കുന്ന അല്ലെങ്കിൽ സൈഡ് ഇലക്ട്രിക്കൽ നോക്കുന്ന ഓരോ സ്പെസിഫൈഡ് ഉണ്ട്. അത് ഓരോ ആളുകളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മൾ ആ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കണം തൃശ്ശൂർ ജില്ലയിൽ ഏതാ വർക്ക്ഷോപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആളുണ്ട്, ആളത്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് അതും കിട്ടും, സ്പെയറും കിട്ടും. നിങ്ങൾക്ക് ഒരു മാരുതി കാർ അല്ലെങ്കിൽ ഒരു ടയോട്ടൻ്റെ വണ്ടി ഉപയോഗിക്കുന്ന അതേ പിന്നെ കോൺഫിഡൻസിൽ നമുക്ക് പ്രീമിയം കാർ ഉപയോഗിക്കാൻ പറ്റും. മാരുതി വേണ്ട അല്ല, നിങ്ങൾ മാരുതിന്റെ സസ്പെൻഷൻ നിങ്ങൾ 4 ഷോക്കർ വേണമെന്നുണ്ടെങ്കിൽ അതിനും ഈ സ്വിഫ്റ്റിന് 20,000 റുപ്യ വരൂലേ? അത്ര തന്നെ ഇതിനും വരുന്നുള്ളൂ. അത് ഞാൻ അങ്ങനത്തെ ഇത് പറയല്ല, ഇതിലുള്ള സത്യമാണ്. ആളുകളെ ഞാൻ നിങ്ങൾക്ക് അത് ഇതിന്റെ ഗ്യാരണ്ടിയാണ്. അതായത് ഞാൻ പറയാം, ചിലത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് കൊടുക്കും, അത് വലിയ വില കൂടെ പാർട്ട് സെക്കൻഡ് ഹാൻഡ് കൊടുക്കും. ചെറിയ വിലൻ്റെ ഒക്കെ ആണെങ്കിൽ പുതിയത് വാങ്ങും. അതേതാ പെർഫെക്റ്റ് വെച്ച് നമ്മളത് സജസ്റ്റ് ചെയ്യും. ഇതിങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്രയോ? ഇത് മാറാൻ ഇത് ശരിക്ക് കുറച്ച് കോസ്റ്റ് വരുന്നുണ്ട്. കാരണം ഇത് 2015 ആണ് മോഡൽ. എന്തായാലും ഒരു 4 ലാഖ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഇത് കേരളത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ 4 ലക്ഷം വരെ ഏകദേശ കണക്കാണ്. അപ്രോക്സ് ആണ്. ചോദിക്കുന്നത് 14,90,000 ആണ് പറഞ്ഞത്. 2015 മിഡിൽ ഓപ്ഷൻ 520D 14,90,000 സൺറൂഫ് ഒക്കെ വരുന്ന ഓപ്ഷൻ. സൺറൂഫ് വരുന്നത് മാറാൻ ഏകദേശം 4 ലക്ഷത്തിനടുത്ത് വിലയൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക്. സ്പെയർ പാർട്സിന്റെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇതിപ്പോ എന്താ വെച്ചാൽ ഇത് മാറാന്ന് വെച്ചാൽ ഇത് പല ഓപ്ഷനും ഉണ്ട്. ഇതിപ്പോ വേറെ ഒരു നമ്മളിപ്പോ കേരളത്തിൽ മാറാനുള്ള ഒരു ടാക്സ് ആണത്. ചിലപ്പോൾ ഇവിടെ മാഹിയിലുള്ള ആൾക്കാരുണ്ട് നിങ്ങളുടെ അടുത്തുണ്ട്, അവർക്ക് പോണ്ടിച്ചേരിക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇത് ആകെ 1 ലക്ഷം റുപ്യന്റെ ഉള്ളിലേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ കുറെ ഓപ്ഷൻസും ഉണ്ട്, ടാക്സ് അടക്കാത്ത കുറെ. അതായത് മീൻസ് വേറെ സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ 10,000-15,000 റുപ്യ. മലയാളികൾ ഡൽഹിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അങ്ങനെ അവരിപ്പോ കുടുംബം ഇപ്പൊ ഡൽഹിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഡൽഹിയിൽ അഡ്രസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അല്ല ഇല്ല, പക്ഷേ വാലിഡ് ആണ്. നമുക്ക് ഡൽഹിക്ക് പുറത്ത് ഉപയോഗിക്കാം. വണ്ടി ഡൽഹിയിൽ ഉപയോഗിച്ചാലേ പ്രശ്നമുള്ളൂ. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് 15 വർഷത്തിന് വാലിഡിറ്റി ഉള്ള വണ്ടി തന്നെയാണ്, ഫിറ്റ്നസ് ഒക്കെ ഉള്ള വണ്ടി തന്നെ. അവിടെ എന്തെങ്കിലും അഡ്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ അതെ അത് ചെയ്യാവുന്നേ ഉള്ളൂ. അതെ, നമ്മളെ ഭാഗത്തു നിന്ന് ഒരുവിധ ഹെൽപ്പ് ഒക്കെ നമ്മൾ ചെയ്തു. കാരണം നമ്മൾ ഡൽഹിയിൽ ഫുൾ ടൈം ഉണ്ട്. വണ്ടി എടുത്തിട്ട് പിന്നെ അവരെ കയ്യില്ലല്ലോ, അത് അതാണ് നമ്മളെ ഗ്യാരണ്ടി. അതായത് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ഓരോ ആളും നമ്മളൊരു ഇത് പറയാം, ഗ്യാരണ്ടി ഇല്ല ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരില്ല. അത് നിങ്ങൾക്ക് 100% കൊടുക്കാൻ പറ്റും. അതായത് അത് നമ്മളെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് അടുത്ത SUV സെഗ്മെന്റിലേക്ക് വന്നു. ഓഡി Q3 ആണ്. ഇതും ഡൽഹി രജിസ്ട്രേഷനിലാണ്. എങ്ങോട്ടേക്കും എടുത്തിട്ടില്ലല്ലേ? ഇത് NOC എടുത്തിട്ടുണ്ട്. മലപ്പുറം RTOയിലേക്ക് NOC 10ലേക്ക് അല്ലേ? അതെന്താ വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം ഉണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പറയണോ? പറഞ്ഞോളൂ. ഓക്കെ, അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ട് എടുത്ത വണ്ടിയായിരുന്നു ആള്. അപ്പോൾ ആൾക്ക് ചെറിയൊരു പിന്നെ ഇത് വന്നപ്പോൾ ഇത് പിന്നെ വണ്ടി ടാക്സ് അടക്കാനൊന്നും ആൾക്ക് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ നമ്മൾ വണ്ടി റിട്ടേൺ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ റിട്ടേൺ എടുത്താണ്. പക്ഷേ ആളുടെ പേരിലേക്ക് NOC ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1 വർഷമായിട്ട് ആൾക്ക് ഇത് നമ്പർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ച് പൈസ ആൾ തരാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചെടുത്തതാണ് വണ്ടി. അപ്പോൾ ഇനി NOC നമുക്ക് എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് മലപ്പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് NOC എടുത്തിട്ട് നിലവിലുള്ള NOC അപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ എടുക്കണ്ട. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മലപ്പുറത്തേക്ക് മാറിയിട്ട്
ആളുടെ പേരിലേക്കല്ല ആളുടെ വില്ലിംഗ് ആണ്, അതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആളുടെ പേരിലേക്ക് മാറിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരാളുടെ പേരിൽ NOC എടുത്തുള്ള NOC ഓൾറെഡി ഇഷ്യൂഡ് വണ്ടിയാണ്. ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ NOC എടുക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു 15 ദിവസം സമയം കൊണ്ട് 15 ദിവസം കൊണ്ട് കിട്ടും. 15 ദിവസം കൊണ്ട് കിട്ടും. ഈ പിന്നെ BMW നമുക്ക് ഒരു ദിവസം മതി NOC ഇട്ടാൻ. കാരണം നമ്മൾ RTO അത്രയും നമുക്ക് ഇതുണ്ട് അവിടെ RTO. ഇത് ക്യാൻസൽ ചെയ്ത് രണ്ടാമത് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു 15 ദിവസം മുതൽ 20 ദിവസം വരെ നമ്മൾ പറയാം. ചിലപ്പോൾ 1 വീക്കിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 ഡിസംബർ വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടി. പിന്നെ അതുപോലെ തന്നെ 72,000 കിലോമീറ്റർ ആണ്. നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ട് ഏകദേശം 1 വർഷമായിട്ടുണ്ട്. ഇത് ടോപ്പ് എൻഡ് ആണ്. നമ്മൾ 1 വർഷമായിട്ടുണ്ട്. അതുവരെ ഈ വണ്ടിക്ക് പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുക്കുന്നവരെ. പിന്നെ അതിന് ശേഷം ഇവിടുന്ന് എടുത്ത കസ്റ്റമർ ഇവിടുത്തെ ലോക്കൽ വർക്ക്ഷോപ്പിലാണ് ഇതിൻ്റെ ചെറിയ ബുസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ റീപെയിൻറ്റുകൾ ഉണ്ട്. അത് ഡൽഹിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോഴല്ലായിരുന്നു, ഇവിടുത്തെ കസ്റ്റമർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ 1-2 ഡോറൊക്കെ റീപെയിൻ്റ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റും ഇല്ല. ഓൾ ഗ്ലാസസ് എല്ലാം ഒറിജിനലാണ്, 100% ഉറപ്പാണ് വണ്ടി. ഇല്ല, റീപെയിൻ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം റീപെയിൻ്റ് ഉണ്ട്. പക്ഷേ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഗ്യാരണ്ടി തരാം. 2013 72,000 കിലോമീറ്റർ ഓടിയ ടോപ്പ് എൻഡ് ഓഡി Q3 ആണ്. ഓഡി Q3 ഏകദേശം എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഒരു 16-17 ഒക്കെ കിട്ടും. നമ്മളെ 520 ആകുമ്പോൾ ഒരു 12 അറേഞ്ച് ഉണ്ടാവും. 520 ഇത് 14-15 ഒന്ന് മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഇതുവരെ ഡീസൽ അടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞത് നല്ല മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഒപ്പീനിയൻ നമുക്ക് തന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു 400 കിലോമീറ്റർ ഓടിച്ചു നമ്മൾ ഡ്രൈവർ പറഞ്ഞു. ഓക്കെ, ഇതും ഏകദേശം അത്ര തന്നെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഓഡി Q3 ആണ്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് 8,90,000 രൂപ. 8,90,000. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ NOC ഇത് ഇപ്പോൾ മാറണമെങ്കിൽ ഒരു 2-2.25 ആ റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം. 2013. ഓക്കെ, 2,25,000 രൂപ ഏകദേശം ഇങ്ങോട്ടേക്ക് ഒരു അപ്രോക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് ചെറിയ മാറ്റങ്ങൾ വരും. ഇതിൻ്റെ ചോദ്യം വന്നിട്ട് 8,90,000 ആണ്. ഞാനിപ്പോൾ നിങ്ങൾ സംശയിക്കണ്ടാവും, ഇവരെന്താ ലോണിനെ പറ്റി ചോദിക്കാത്തത്? ലോൺ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ്. നിങ്ങൾ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്താൽ അതിനുള്ള ടൈം അത് കുഴപ്പമില്ല, അത് അവരുടെ ചോയ്സ് അല്ലേ. എല്ലാ ഫെസിലിറ്റിയും എല്ലാം നമ്മൾ വന്ന് പേപ്പർ കാര്യങ്ങൾ ഇപ്പോൾ Form 34 കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻഡോസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. RTO പർപ്പസിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മളായിട്ട് ലോൺ എടുക്കണം എന്ന് പറയണമില്ല, ലോൺ എടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് നമുക്ക്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ 8,90 ആണ് ഇതിന് ചോദിക്കുന്നത്. 2.25 ഇങ്ങോട്ടേക്ക് മാറാനും കൂടിയുള്ള പ്രൈസ് വരും. ഇനി NOC ഇപ്പം നിലവിൽ മലപ്പുറത്തേക്ക് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തിട്ടുമാണ് എടുക്കാൻ സാധിക്കും. ഏത് RTOയിലും നിങ്ങളുടെ രജിസ്ട്രേഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഇതിന് സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഇത് ലാസ്റ്റ് ഇവര് ഒരു 1-1.5 വർഷം മുമ്പ് വരെ രജിസ്റ്റർ ഉണ്ട്. 62 വരെ ഉണ്ടാവും. 60 വരെ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 60 നമ്മൾ വണ്ടി എടുത്തത് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അവർ 50 വരെ സർവീസ് ഉണ്ട്. കാരണം ഇപ്പൊ 72,000 ആയിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റമർ ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മളെ കസ്റ്റമർ. ഇതിനൊക്കെ ഒരു കോസ്റ്റ് എത്ര വരും ചെയ്യുകയാണെങ്കിൽ? ഇത് പിന്നെ സർവീസ് കോസ്റ്റ് നമ്മൾ കമ്പനിയിൽ നമ്മൾ ഓയിൽ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് 6 ലിറ്റർ ഓയിലാണ് വേണ്ടത്. SW40 തന്നെ 6 ലിറ്ററിന്റെ ഓയിൽ നമുക്ക് നല്ല കമ്പനികളിൽ നമുക്ക് വരുന്നത് ഒരു 6,000 റുപ്പീസാണ് വരുന്നത്. അല്ലെങ്കിൽ 6,500 മാക്സിമം. 1 ലിറ്ററിന് 950 ഉണ്ട്, 1,500, 6,500 ടോപ്പ് കൂട്ടുകയാണെങ്കിൽ. പിന്നെ എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ ഒക്കെ നമ്മുടെ കയ്യിൽ 1,500 രൂപയുള്ള എയർ ഫിൽറ്ററിന്റെ വില. പിന്നെ ഓയിൽ ഫിൽറ്റർ അതേപോലെ ഒരു 1,000 രൂപയുള്ളൂ. ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടഡ്, തായ്വാൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു എയർ ഫിൽറ്റർ അങ്ങനെ ബേസിക് സർവീസ് ആണെങ്കിൽ നമുക്കൊരു മാക്സിമം 10,000 നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാരിംഗ് ബോക്സിനൊക്കെ ആണെങ്കിൽ ആകെ 25,000 റുപ്യൊക്കെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സസ്പെൻഷൻ ആണെങ്കിൽ 4 സസ്പെൻഷൻ കൂടി ഒരു 20,000 രൂപേൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുന്നത്. സെൻസറുകളൊക്കെ ഒരു 1,500, 2,000 ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഉള്ളത്. ABS സെൻസർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളിത് അത്രേ റേറ്റ് വരുന്നുള്ളൂ. ഇത് ചോദിക്കുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോൾ ABS സെൻസറൊക്കെ വെച്ചിട്ട് ഇത് കറക്റ്റ് സമയത്ത് ഇത് വർക്ക് ചെയ്യും? ഇത്ര കുറച്ച് ഇല്ല, നമ്മൾ ക്വാളിറ്റി ഉള്ള നമ്മൾ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ABS സെൻസർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചില ABS സെൻസറിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് ചില സെൻസർ നമ്മൾ ഇടുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് അടിച്ചു പോകും. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ECM എവിടെയെങ്കിലുമൊക്കെ ഷോർട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും. അല്ലാതെ ABS സെൻസറിൻ്റെ മാത്രം പ്രശ്നം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ABS സെൻസർ കംപ്ലൈൻറ്റ് ആയത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ചില വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ABS സെൻസർ ഇടുമ്പോൾ ABS സെൻസർ പോകും. എത്ര ABS സെൻസർ ഇട്ടുള്ളൂ? ABS സെൻസറിൻ്റെ പ്രശ്നമല്ല, നിങ്ങൾക്ക് അറിയില്ല, അതൊരു ECM ഷോർട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഷോർട്ട് ഉണ്ടെങ്കിൽ പോകും. അല്ലാത്തതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. കാരണം നമ്മൾ കൊടുക്കും. അത് സ്റ്റിയറിംഗ് ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ പാർട്സിനൊക്കെ നമുക്ക് 1,500-2,000 രൂപേൻ്റെ പ്രൊഡക്റ്റിൽ നമ്മൾ ഡൽഹിയിൽ നിന്നാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ എന്താ പറയുക, ഒരു പ്രീമിയം SUV വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ 8,90 ഇപ്പോൾ ചോദിക്കുന്നു, 2,400 ഇങ്ങോട്ടേക്ക് മാറ്റാം. എല്ലാം കൂടെ ഒരു 9-11-11,400 വരുന്ന നിങ്ങൾക്കൊരു
പ്രീമിയം SUV വേണേൽ കൊണ്ടുപോകാം. അത് ഇതേപോലെ ഈ പറഞ്ഞ ചെലവിൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അതെ വർക്ക്ഷോപ്പ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. നല്ല വർക്ക്ഷോപ്പ് ഈ 3 ജില്ലകളിൽ നമുക്ക് നല്ല വർക്ക്ഷോപ്പുകളുണ്ട്. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ. അപ്പോൾ പാലക്കാടായാലും തെക്കോട് പോകുമ്പോൾ നമ്മൾ ആളുകളുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഈ ആളുകൾ നമ്മൾ വളരെ ക്ലോസ് ആണ്. കാരണം അവിടെ എടുക്കുന്നവർക്ക് അല്ല, അത് നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കാം. അവിടെ ഉണ്ട്. ഇപ്പം നമ്മളെ കൊല്ലത്തൊക്കെ 1-2 വർക്ക്ഷോപ്പ് പേര് നമുക്കുണ്ട്. പക്ഷെ ഞാനത് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലോസ് ആണ്. അത് പറഞ്ഞേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനി അതൊക്കെ വണ്ടി വരാണ്ട് ഇപ്പോൾ നമുക്കൊരു വൈറ്റ് കളർ 520 ഒരു അടിപൊളി വണ്ടി പിന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് ഒന്ന് വരാനുണ്ട്. അത് ചോദിക്കുന്നത്? അത് നമുക്കൊരു 15.5 ലക്ഷം റുപ്യ കൊടുക്കാം. ഏത് മോഡല്? 2014 വണ്ടിയാണ്. 65 ഓടിക്കണേ. പിന്നെ വൈറ്റ് കളറാണ്. സിംഗിൾ ഓണർ. പിന്നെ ഇപ്പം നമുക്ക് ഫോർച്യൂണർ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. നമുക്ക് കുറേ വണ്ടികൾ വരുന്നുണ്ട്. നിങ്ങൾ പ്രീമിയം കാറുകൾ ക്രിസ്റ്റ, ഫോർച്യൂണർ, പിന്നെ ബെൻസ്, BMW, ഓഡി, ജാഗോർ, പോർഷെ, റേഞ്ച് റോവർ, വോൾവോ. ഇതിപ്പോൾ നിങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വണ്ടികൾ വേറെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അത് മാക്സിമം നമ്മൾ എടുക്കുന്ന കിലോമീറ്റർ പറഞ്ഞാൽ 80,000 കിലോമീറ്ററാണ്. നമ്മൾ 80,000 കിലോമീറ്റർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ചില വണ്ടികൾ 82-83 പോകും. അതിന് മുകളിൽ കാരണം പ്രീമിയം കാർ എപ്പോഴും ലോ കിലോമീറ്റർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ആളുകൾക്ക് എപ്പോഴും ഒരു സേഫ് അതാണ്. അതിപ്പോൾ എന്താ വെച്ചാൽ ഗിയറിനോ അങ്ങനത്തെ പണിയൊക്കെ വന്നാൽ നല്ല പൈസ വരും. അപ്പോൾ സ്റ്റാരിങ്ങിനൊക്കെ വന്നാൽ അപ്പോൾ ഏറ്റവും നല്ലത് 80 ചോടുള്ള വണ്ടി ഇപ്പോൾ ഒരാൾക്ക് ഇനി ഒരു 50,000-60,000 ഓടിയാലും സേഫായിട്ട് ഓടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് വണ്ടികൾ 40,000-50,000 കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 50,000 ഓടിയ വണ്ടിയാണ് സ്റ്റോക്കിൽ. അത് കിലോമീറ്റർ ജെനുവിൻ അല്ലാത്ത വണ്ടികൾ ഒരിക്കലും എടുക്കില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ കുറേ സ്റ്റോക്ക് പോയിട്ടുണ്ടല്ലേ? അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വണ്ടികൾ. ഇന്നലെ മാത്രം 5 വണ്ടി നമ്മൾ കൊടുത്തത്. അത് വേറൊരു ബ്ലോഗർ ടീം ഉണ്ടായിരുന്നു. ഒരു വന്ന് ഇവിടുന്ന് ചെയ്തു പോയിരുന്നു. ഒരു വന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. പക്ഷെ അതിന് മുമ്പ് വണ്ടി പോയിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ സ്റ്റാറ്റസ് ഇടുന്നില്ല. നിങ്ങളെ വീഡിയോ ഇട്ടിട്ട് ഈ 2 വണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ എവിടെയും കൊടുക്കുന്നില്ല, സ്റ്റാറ്റസ് ഇടുന്നില്ല. നിങ്ങൾ വ്ളോഗ് ചെയ്തിട്ട് അതിന് വരുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ കൊടുക്കുന്നുള്ളൂ. താങ്ക് യു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന വാഹനങ്ങൾക്കും നിങ്ങൾക്ക് വേണേൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. സ്പെയർ പാർട്സിനും വേണേൽ കോൺടാക്ട് ചെയ്യാം. എന്ത് സപ്പോർട്ടിനും പുള്ളി തയ്യാറാണ്. 100% ആയിട്ടുണ്ട്. ഇപ്പം മിക്കവാറും തെളിവിളി കിട്ടാൻ ചാൻസ് ഉണ്ട്. 2 വണ്ടി വെച്ചിട്ട് നീന്തലാണ് അരമണിക്കൂർ ഇല്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. വണ്ടി നമുക്ക് എടുക്കേണ്ടവർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതെ ആളുകളുടെ ആശങ്ക നമുക്ക് പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കുറേ ആശങ്ക ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്. അതായത് പ്രീമിയം കാറുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു 18 വയസ്സ് മുതൽ ഞാൻ പ്രീമിയം കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതായത് കാറുകളുടെ പിന്നെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഇതിനൊക്കെ എന്തൊക്കെ പണി വരും കാര്യങ്ങൾ. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ആശങ്കകളുണ്ട്. പിന്നെ ഓരോ വണ്ടികളുണ്ട്. ഇപ്പോൾ ചില വണ്ടികൾ എടുക്കാൻ പറ്റാത്ത വണ്ടികളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് ഓഡി A6 എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ അത്ര എടുക്കാൻ നമുക്ക് അത്ര ഒരു നല്ല വണ്ടിയല്ല ഒരു ആളുകൾ സാധാരണക്കാർ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സസ്പെൻഷനൊക്കെ പോകും. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇപ്പോൾ ഈ Q3 A4 അപ്പോൾ അല്ലെങ്കിൽ BMW 320, 520, C ക്ലാസ്, E ക്ലാസ് ഇതൊക്കെ എടുക്കാം. ഇപ്പോൾ ബെൻസിൻ്റെ B ക്ലാസ് അത് നമുക്ക് അത്ര എടുക്കാൻ പറ്റിയ വണ്ടിയല്ല. അപ്പോൾ അങ്ങനെ ചില വണ്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ ചില ആൾക്കാർ വിളിക്കും A6 ചോദിച്ചെന്നെ വിളിക്കും കസ്റ്റമർ. അപ്പോൾ ഞാൻ പറയുന്നത് A6 വേണമെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് അവൈലബിൾ ആണ്. പ്രീമിയത്തിൽ തന്നെ കാറ്റഗറി ഒന്നുകൂടെ കൂടി. അതെ, അതിൻ്റെ എയർ സസ്പെൻഷനാണ് വരുന്നത്. ആ സസ്പെൻഷൻ്റെ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് പോകും. അതിൻ്റെ ബലൂണും കാരണം അത് എയർമാറ്റിക് സസ്പെൻഷനാണ്. അപ്പോൾ ആളുകൾക്ക് നല്ല എക്സ്പെൻസ് വരും. അതൊരു പണിയാവും. സാധാരണക്കാർക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ സാധാരണക്കാരാണല്ലോ വാങ്ങുന്നത്. 8,90,000 റുപ്യക്കൊക്കെ വാങ്ങാനുമ്പോൾ സാധാരണക്കാരാണല്ലോ. അപ്പോൾ ഓൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ Q3, A4, A3, പിന്നെ BMW 320, 520, C ക്ലാസ്, E ക്ലാസ് ഇതൊക്കെ വണ്ടി. ഇതൊക്കെ നമുക്ക് ചെറിയ പാർട്സിന് എന്ത് ചെയ്യാൻ പറ്റും, വലിയ റിസ്ക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ദയവേതൊന്ന് ക്ഷമിക്കണം, കുറച്ച് നീണ്ടുപോയിട്ടാണ് വീഡിയോ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ടാണ്. ടെക്നിക്കൽ സൈഡ് ഒരുപാട് പുള്ളി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്ത് അസിസ്റ്റിനും പുള്ളിയെ വിളിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് നിർദ്ദേശം ഇത് തന്നെയായിരിക്കും, വീഡിയോ വലിച്ചു കിട്ടാതെ പെട്ടെന്ന് ചുരുക്കണം എന്നുള്ള നിർദ്ദേശമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. തന്ന സപ്പോർട്ടും എല്ലാവർക്കും നന്ദി. അപ്പോൾ റമീസ് ഭായ്, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.